ജേസിന് ആനേനെ ഭയങ്കര പേടിയാണ്. ജേസിന് ആനേനെ ഭയങ്കര പേടിയാണ്. ജേസ് കണ്ണോർക്കുമ്പോൾ കാണാൻ പോണത് ആനേനായിരിക്കും. 1 2 3 വയ്ക്കാം. ഇല്ലല്ലേ ഒന്ന് എങ്ങനെയാണ് ആളെ കീഴ്പ്പെടുത്തിയത്? ആളായിട്ട് ലാസ്റ്റ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതൊരാളെ കണ്ടുപോയിരിക്കണത്. അങ്ങനെ പോയി അവിടെ പോയി പിടിച്ചോണ്ട് വന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. 2-3 പേര് നേക്കഡായി കാണാം, ആ ഒരു രീതിയിൽ കണ്ടിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് അത് ഫണ്ണി ആയിട്ട് എടുക്കാൻ സാധിക്കും. നമ്മൾ സ്ട്രീറ്റ് മെന്റലിസം ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് എല്ലാവരും ഒരുപോലെ പെർസീവ് ചെയ്യണമെന്നുണ്ടോ? സജി ചെറിയാനുമായിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിരുന്നു, അതെങ്ങനെയാണ് നടക്കുന്നത്? അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ നമ്മള് അങ്ങനെ ഫെയിൽ ആവാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു ഞാൻ ഒരു മെജീഷ്യനും കൂടെയാണ്. ഇതിന് മുമ്പ് എന്തായിരുന്നു ഐറ്റം എന്ന് പറയോ? മിൽക്ക്. മിൽക്ക് അത് കണ്ടത് മിൽക്ക്. ഇതിനകത്ത് മിൽക്ക്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഉറപ്പല്ലേ? നോക്കാം. ഞാൻ മൈക്ക് പഠിക്കും സാർ. ഓപ്പൺ ചെയ്തു. സോറി, അത് എല്ലാവരും ഇടുന്ന സക്സസ് ആവില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കായാലും ഒരു തെറ്റ് പറ്റും അല്ലേ? പക്ഷെ ഒരു മെന്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെജീഷ്യന് തെറ്റ് പറ്റാൻ പാടുണ്ടോ? ഇല്ല. അഭിനന്ദനങ്ങൾ. ബിജുവിന് കൊടുത്താൽ മതി, കുടിച്ചോളൂ. എനിക്കിപ്പോ ഒരു മെന്റലിസം ട്രിക്ക് കാണിച്ചു തരാൻ പറയാൻ സാധിക്കും? നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്റെ ഫേസിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്വന്തമായിട്ട് മനസ്സിൽ തോന്നിയ ഒരു നമ്പർ അല്ലേ? അതെ. ഞാൻ ഫോഴ്സ് ചെയ്തായിരുന്നോ? ഇല്ലില്ല. അപ്പോൾ ഇതിൽ 80 എന്ന് പറഞ്ഞ നമ്പറിലുള്ള സെലിബ്രിറ്റി ആരെന്ന് ജസ്റ്റ് നോക്കാം. ബാക്കിയെല്ലാം ഡിഫറെന്റ് ആണോ കൂടി നോക്കിയോ? അതെ. അതിൽ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ 6th സെൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇത് ഞാൻ വിശ്വസിച്ചു. ഇതൊരു ട്രിക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ? ട്രിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ശരിക്കും 6th സെൻസ് ഇല്ലെന്നാണ്? അല്ല, ഉണ്ട്. അതെങ്ങനെ തെളിയിക്കും? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് മെന്റലിസ്റ്റ് ഹബിയാണ്. ഹായ് ഹബി. ഹായ്. നമ്മൾ മെന്റലിസത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അബിയുടെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് അബീനെ കോൺടാക്ട് ചെയ്യുന്നത്. അബിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അബി ഫെയിലായ വീഡിയോസും അപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സജി ചെറിയാൻ്റെ വീഡിയോ ആണ്. അത് ഫെയിലായിട്ടും അത് അപ്പ് ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം, അത് സൂപ്പറാണ്. കാരണം പൊതുവെ ആരും അതിന് മുതിരാറില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് എല്ലാവരിലും വർക്കൗട്ട് ആവുന്ന ഒരു സംഭവമല്ല. അത് ചിലർക്ക് മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ എന്താണ് അബിയുടെ ഒരു മെന്റലിസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? വളരെ നല്ല പല രീതിയിലുള്ള റിയാക്ഷനുകൾ കാണാൻ പറ്റും നമുക്ക്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ ചിലർക്ക് ഇമോഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം നമുക്കിങ്ങനെ ഓരോരുത്തരുടെ സന്തോഷവും സങ്കടവും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ മനുഷ്യരുടെ ഇമോഷൻ വെച്ച് അവരെ പറ്റിക്കുകയല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവർക്കും നമ്മളൊരു ഹാപ്പിനെസ് ആണ് ഇതിൽ കൂടെ കൊടുക്കുന്നത്. ആരെയും അങ്ങനെ അത്ര ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകണില്ല. അവർക്കും ഇതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോ കണ്ടതിൽ 2-3 പേര് നേക്കഡായി കാണാം, ആ ഒരു രീതിയിൽ കണ്ടിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് അത് ഫണ്ണി ആയിട്ട് എടുക്കാൻ സാധിക്കും. നമ്മൾ സ്ട്രീറ്റ് മെന്റലിസം ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് എല്ലാവരും ഒരുപോലെ പെർസീവ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. ഇപ്പൊ നമ്മളത് ഒരു എന്റർടൈൻമെന്റ് ഒരു ഫണ്ണി ഇതിലെടുക്കും. പക്ഷെ ചിലവർ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? എന്റെ വീഡിയോസിന്റെ കമന്റ്സ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഫുള്ളും ഒരുവിധം നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? നമ്മള് പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണ്, ഓസ്കാർ തരണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും പോയിട്ട് ഇത്തരത്തിൽ ഈ മെന്റലൈസം ചെയ്തിട്ട് അത് അവർ വർക്ക്ഔട്ട് ആയി, എന്നിട്ട് അവര് എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മ അവരുടെ ഒരു ഇത് ചോദിച്ചിട്ടാണ്, കൺഫർമേഷൻ ചോദിച്ചിട്ടാണ് നമ്മ ചെയ്യണതും വീഡിയോസ് ആയിട്ട് ചെയ്യണതും. അതിൽ എനിക്ക് വന്നേക്കണ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മ ഇട്ട വീഡിയോസ് അത്യാവശ്യം വൈറലായി പോകുമ്പോ അത് ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് നാണക്കേടായി അങ്ങനെ പറഞ്ഞിട്ട് നമ്മ അവരുടെ ഒരു ഇത് ചോദിച്ചിട്ടാണ് നമ്മ വീഡിയോ എടുത്തത്. ഫുൾ പെർമിഷൻ ചോദിച്ചിട്ട്, അവിടെ ഇരുന്ന ഗ്രൂപ്പിന്റെ ഫുൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷെ വീഡിയോ അപ്ലോഡായി വന്നപ്പോൾ
ചെയ്ത ആൾക്കല്ല പ്രശ്നം, അവിടെ നിന്ന ആൾക്കായിരുന്നു പ്രശ്നം. അതെന്താ? ആള് ഉണ്ടായിരുന്നു, ഒരു empty ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഒരാൾക്ക് empty കാണിച്ചു കൊടുത്തിട്ട് വണ്ടി കാണിച്ചു കൊടുത്തിട്ട് അതിൽ ഒഴിച്ച് പോണ ഒരു വീഡിയോ. അത് ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു 2 lakhോളം വ്യൂസ് വന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ അത്യാവശ്യം ആളുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ empty ആയിട്ട് ഇരുന്നത് ഒരാളാണ്. അപ്പൊ ആൾക്ക് എല്ലാവരും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ആളെ കളിയാക്കണു, ഈ empty കൊടുക്കണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് കളിയാക്കണ്ടെന്നും പറഞ്ഞിട്ടെങ്കിൽ ഇത് വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിമൂവ് ചെയ്തു. അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അബി മെന്റലിസം എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി മാജിക് ചെയ്യായിരുന്നു, സ്റ്റേജ് ഷോ ചെയ്യായിരുന്നു. മെന്റലിസം ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കിത് പഠിക്കാനുള്ളൊരു ഇത് കിട്ടണ്ടായിരുന്നില്ല. എവിടെ നിന്ന് പഠിക്കും, എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ടൈമും ഉണ്ടായിരുന്നില്ല. തിരക്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് പറ്റിയൊരു സിറ്റുവേഷൻ വന്നു. അത് ഞാൻ ഒരു ഇതിലേക്ക് വന്നതാണ്. ആദ്യമായിട്ട് മെന്റലിസം ട്രൈ ചെയ്യുന്നത് ആരുടെ മേല? ഞാൻ എന്ത് കിട്ടിയാലും പ്രാക്ടീസ് ചെയ്യുന്ന അമ്മയുടെ അടുത്താ. അമ്മയുടെ ഒരു ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എല്ലാവർക്കും അമ്മയ്ക്കായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വന്ന് ചെയ്തപ്പോൾ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ചെയ്യും, മാജിക് ചെയ്യാനുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്ന് ചെയ്തപ്പോൾ പെട്ടെന്ന് ഞെട്ടി. അങ്ങനെ ഒരു ഞാൻ ചോദിച്ചത് എന്താ അമ്മയിൽ ട്രൈ ചെയ്തേ? നമുക്ക് ബേസിക് കാര്യങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. ഈ ബേസിക് കാര്യങ്ങളാണ് ആദ്യം ട്രൈ ചെയ്തത്. ഈ ഇങ്ങനെ മരിച്ചുപോയ ഒരാളെ കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളെ അടുത്ത് കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ ടെക്നിക്സ് എന്തെങ്കിലും അമ്മയിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ സക്സസ് ആയിട്ടില്ല. ഈ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഫ്രണ്ട്സിന്റെ അടുത്തും കൂടുതൽ സക്സസ് ആയിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ നല്ല രീതിക്ക് അറിയാം. അപ്പൊ അവർക്ക് ഞാനാ ചെയ്യണേന്നുള്ളൊരു മൈൻഡിലേക്കും അവരിയ്ക്കുന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ അവരെ സ്ലീപ്പിലേക്ക് നമ്മ പറയുന്ന കാര്യങ്ങൾ അവരെടുക്കൂല. അതാണ് കൂടുതലും ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലീസിന്റെ അടുത്തും വർക്കൗട്ട് ആയിട്ടില്ല. സ്ട്രീറ്റിലേക്ക് കോമൺലി അറിയാത്ത ആൾക്കാരിലേക്ക് പോകുമ്പോഴാണ് ഇത് കൂടുതലും വർക്കൗട്ട് ആവുന്നത്. എത്ര കാലമായി ഈ സ്ട്രീറ്റ് മെന്റലിസം ചെയ്യുന്നു? 1 ഇയറിന് മേലെയായി. ഈ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ടോ? ഹിപ്നോട്ടിസം എവിടെന്നാ പഠിക്കുന്നത്? ഹിപ്നോട്ടിസം നമുക്കിങ്ങനെ ഇതേപോലെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. കോഴ്സ് ഞാൻ ഈ മെന്റലിസം കോഴ്സ് എടുത്തതിന്റെ ഒപ്പം തന്നെ ഹിപ്നോട്ടിസം ഉണ്ടായിരുന്നു. അത് പഠിച്ചു. പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തപ്പോൾ ഫെയിൽ ആവുകയാണ് ചെയ്തത്. ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഫെയിലായി. അത് ഇതേപോലെ അമ്മയുടെ അടുത്താണ് ഞാൻ ചെയ്തത്. ഫെയിൽ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി. എല്ലാം ഫെയിൽ ആയി. കോൺഫിഡൻസ് കുറവ് വന്നു. അതെ, ഫുള്ളി ഡൗൺ ആയി പോയി. എനിക്കിത് ആ ഒരു ഫീൽഡ് വേണ്ടാന്ന് വെച്ചു. ഹിപ്നോട്ടിസം എന്നുള്ളത് വേണ്ടാന്ന് വെച്ചു. മെന്റലിസം മാത്രമായിട്ട് കൊണ്ടുപോയി തുടങ്ങി. പിന്നെ എനിക്ക് ഇത് വീണ്ടും ട്രൈ ചെയ്യണം എന്നുള്ള ഇത് വന്നപ്പോൾ ഒരു സാറുണ്ട്, എനിക്ക് അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്നതാണ്. പിന്നെ ആള് വീഡിയോസ് ചെയ്യണപ്പോൾ ആളുടെ അടുത്ത് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കി. ആളിവിടെ അല്ല, ആള് സ്ഥലം കുറച്ച് ലോങ്ങാണ്. അപ്പം ഞാൻ എനിക്ക് അവിടെയും വരെ പോയി പഠിക്കൽ കുറച്ച് ഇതാണ്. അപ്പം ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓൺലൈനായിട്ട് തരില്ല, അത് അവിടെ വന്ന് തന്നെ പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. പ്രാക്ടീസ് ചെയ്യിക്കും, അവർ പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കും, അങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് ചെയ്തു. അവർ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കൊണ്ടുപോയി. അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയത്. എന്താണ് ഈ മെന്റലിസം ഹിപ്നോട്ടിസവും തമ്മിലുള്ള വ്യത്യാസം? മെന്റലിസവും ഹിപ്നോട്ടിസവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രിക്സും ഫേസിൽ നോക്കിയുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് മെന്റലിസം വർക്ക് ചെയ്യുന്നത്. കൂടുതലും ട്രിക്സ് ആണ്. സ്റ്റേജിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്സ് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർലി സയൻസ് ആണ്. നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദം, നമ്മുടെ വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൈ, ഇതൊക്കെ തന്നെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഏതാ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഹിപ്നോട്ടിസം ആണ് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അത് നമുക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അങ്ങനെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഏറ്റവും മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ റീസെന്റ് ഇട്ട ഒരു ആനയുടെ ഒരു വീഡിയോ ഉണ്ട്. ആനേനെ കാണിച്ചു കൊടുത്തിട്ട് ഓടിപ്പോണ ഒരു വീഡിയോ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഓടിപ്പോകുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു കിലോമീറ്ററെങ്കിലും ആൾ ഓടിയുണ്ടാവും. ഞങ്ങളും പിന്നാലെ ഓടി. ആ വീഡിയോ കണ്ടാൽ അറിയാം, പിന്നാലെ ഓടി ഫുൾ അണച്ചു, ഫുൾ ടീം അണച്ചു. കാരണം എനിക്ക് തിരിച്ചാളെ കൊണ്ടുവരാനുള്ള സജഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഞാൻ അണച്ചു. കാരണം ഒരാൾ ആനേനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പെട്ടെന്ന് പേടിച്ച് ഓടുമല്ലോ. അപ്പൊ നോർമൽ ഓടണേലും സ്പീഡ് ഉണ്ടാവും, 2 ഇരട്ടി സ്പീഡ് ഉണ്ടാവും ഒരാൾ പേടിച്ച് ഓടുമ്പോൾ. ആ ഒരു രീതിയിലാണ് ആൾ ഓടിയത്. ഞങ്ങൾക്ക് ആർക്കും ആളെ പിടിക്കാൻ പറ്റില്ല. അത് വല്ലാത്തൊരു
പിന്നെ എങ്ങനെയാണ് ആളെ കീഴ്പ്പെടുത്തിയത്? ആളായിട്ട് ലാസ്റ്റ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതൊരാൾ കണ്ടുപോയിരിക്കണത്. അങ്ങനെ പോയി അവിടെ പോയി പിടിച്ചോണ്ട് വന്നതാ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനുശേഷം അയാള് തിരിച്ചു ബോധത്തിലേക്ക് വന്നപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? ആൾക്ക് ഞാൻ ആളെ റിട്ടേൺ കൊണ്ടുവന്നപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് റിട്ടേൺ കൊണ്ടുവന്നത്. അപ്പൊ ആൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഓർമ്മയുണ്ടായിരുന്നില്ല. ഓക്കെ. പിന്നെ അതൊരു നാണക്കേടിന്റെ പ്രശ്നമായിട്ട് മാറിയില്ല? ഇല്ലില്ല, ആൾക്ക് കുഴപ്പമില്ല. ആൾക്ക് അങ്ങനത്തെ വിഷയമുള്ള ഒരാളല്ല. അല്ല, അറിയുന്ന ആളായിരുന്നോ? അല്ലല്ല, സ്ട്രീറ്റിൽ വെച്ച് സ്ട്രീറ്റിൽ അവിടെ പോയി ഞാൻ വേറൊരാളെ ചെയ്യണ കണ്ടപ്പോ ഇവര് വന്ന് ചോദിച്ചതാ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ. അപ്പൊ അവർ ഗ്രൂപ്പിൽ 2-3 പേര് ചെയ്ത് നോക്കിയിട്ടും സക്സസ് ആയില്ല. പക്ഷെ ഈ ഒരാള് വന്ന് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കാൻ പറഞ്ഞത്. അപ്പൊ ആള് ഓക്കെ ആയിരുന്നു. ആള് നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഓക്കെ. എങ്ങനെയാണ് നല്ലൊരു സബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നത്? കുറെ ടെക്നിക്കുകളുണ്ട് ഇതിൽ നല്ല സബ്ജക്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട്. നല്ലൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വളരെ വീക്കായിട്ടുള്ള പേഴ്സൺ എന്നാണ് ശരിക്കും പറയാം. വീക്കായിട്ടുള്ള പേഴ്സൺ മെന്റലി എന്നല്ല, ആൾക്ക് ഇമാജിനേഷൻ പവർ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തിട്ടാണ് നമ്മൾ സബ്ജക്റ്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനുള്ള സമയം കിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ എന്താ അവിടെ വെച്ച് തന്നെ പരീക്ഷണമാണ്? ഓക്കെ. ഈ സജി ചെറിയാനുമായിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിരുന്നു, അതെങ്ങനെയാണ് നടക്കുന്നത്? അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ നമ്മള് അങ്ങനെ ഫെയിൽ ആവാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെജീഷ്യനും കൂടെയാണ്. ആ ഒരു ഇതിലാണ് ആ ഒരു വീഡിയോ സക്സസ് ആക്കി എടുത്തത്. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് അത് ഏത് ഇവന്റിൽ പോയിട്ടാണ് സജി ചെറിയാനെ കാണുന്നത്? നമുക്ക് അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മളെ ക്ഷണിച്ചതാണ്. ലൈവായിട്ട് സ്റ്റേജ് ഷോ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെ ആള് ഗസ്റ്റ് ആയിട്ട് ആളായിരുന്നു, ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അങ്ങനെ അപ്പൊ അത് ആദ്യത്തത് പാളിപ്പോയപ്പോ സജി ചെറിയാന്റെ റിയാക്ഷൻ എങ്ങനെയാണ്? ആളപ്പൊ തന്നെ എണീറ്റ് പോണത് ആ വീഡിയോയിൽ കാണാം. ആളപ്പൊ തന്നെ എണീറ്റ് പോയി. എന്തായാലും പറഞ്ഞു അബിയോട്? ആള് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയി. അങ്ങനെ ഉണ്ടായത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിനായിട്ട് ഒരു കോൺവെർസേഷൻ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ലില്ല. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ സംസാരിച്ചിരുന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കിയായിരുന്നു. ഓക്കെ. എനിക്കിപ്പോ ഒരു മെന്റലിസം ട്രിക്ക് കാണിച്ചു തരാൻ പറയാൻ സാധിക്കും? നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. ജസ്റ്റ് എൻ്റെ ഫേസിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെൻഷൻ ആവരുതേ, ടെൻഷൻ ആവണ്ട. ജസ്റ്റ് ഫേസിലേക്ക് നോക്കാം. എൻ്റെ ഫേസിൽ നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു 2 ഡിജിറ്റ് നമ്പർ പെട്ടെന്ന് പറയാൻ പറ്റുമോ? 18 അല്ലേ? ഓക്കെ. എൻ്റെ ഫോണിൽ നോട്ട്സ് ഉണ്ട്. എല്ലാവരുടെയും ഫോണിലുണ്ടാവും നോട്ട്സ് അല്ലേ? ഈ നോട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്യോ? നോട്ട്സ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിയാലോ? റിമൈൻഡേഴ്സ് ഒക്കെ വെക്കാനല്ലേ? ഓക്കെ. ഞാൻ ഇതില് കുറെ ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, കുറെ ലിസ്റ്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് കിടക്കുന്ന ലിസ്റ്റ് ആണോ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ ലിസ്റ്റ്? അതൊന്ന് ഓപ്പൺ ചെയ്യാവോ? ഓക്കെ. കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്, ഒരു 100 സെലിബ്രിറ്റീസോളം ഉണ്ട്. ശില്പ സെലക്ട് ചെയ്തൊരു നമ്പർ എന്ന് പറയുന്നത് 18 ആണ് അല്ലെ? സ്വന്തമായിട്ട് മനസ്സിൽ തോന്നിയ ഒരു നമ്പർ അല്ലേ? ഞാൻ ഫോഴ്സ് ചെയ്തായിരുന്നോ? ഇല്ലില്ല. അപ്പൊ ഇതിൽ 18 എന്ന് പറഞ്ഞ നമ്പറിലുള്ള സെലിബ്രിറ്റി ആരെന്ന് ജസ്റ്റ് നോക്കാം. ബാക്കിയെല്ലാം ഡിഫറെന്റ് ആണോ കൂടി നോക്കിയോ? ഡിഫറെന്റ് ആണ്. അടിയിലേക്ക് നോക്കോ? 100 സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞല്ലോ. ഇല്ല. ആ ഒരു സെലിബ്രിറ്റിയുടെ മനസ്സിലൊന്ന് നല്ല രീതിക്ക് നോക്കി വെക്കാം, ഒന്ന് ഓർത്ത് വെക്കാം. അറിയാവുന്ന ഒരാളാണോ? അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഫോൺ ജസ്റ്റ് ഓഫ് ചെയ്യണേ. ഓക്കെ. ഇപ്പൊ മനസ്സിലൊരു സെലിബ്രിറ്റി ഉണ്ട്, സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത ഒരു നമ്പർ അല്ലേ? ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിട്ട് തോന്നിയാണോ? ഇല്ല. ഓക്കെ. ആ ഒരു സെലിബ്രിറ്റി ആരെന്ന് ഞാൻ പറയണില്ല. അത് പറഞ്ഞാലും വലിയ കാര്യം ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റാണ്, അതിലുള്ളത് ആരെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ പറയണില്ല. ഓക്കെ. ശില്പയുടെ മനസ്സിലുള്ള ആ സെലിബ്രിറ്റി ആരെന്ന് ജസ്റ്റ് ഒന്ന് പറയും. മൈക്കിൾ ജാക്സൺ. ഓക്കെ. സ്വന്തമായിട്ട് സെലക്ട് ചെയ്തത്. എനിക്ക് ഈ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. 6th സെൻസിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഞാൻ ഇവിടുന്ന് വരണ വഴിക്ക് ശില്പ ഇത് തന്നെ സെലക്ട് ചെയ്യുന്ന എനിക്കൊരു തോട്ട് വന്നായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കും? ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവാലോ. എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വന്നിട്ട് ജസ്റ്റ് ഫോണൊന്നോ എടുക്കാൻ പറ്റുമോ? ഫോൺ ഉണ്ടോ കയ്യിൽ? ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യും. എൻ്റെ പേജ് ഓപ്പൺ ചെയ്യാം. മെന്റലിസ്റ്റ് അബി എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യാം. അതിൽ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൺ. മൈ പ്രഡിക്ഷൻ. അതെങ്ങനെയാ പ്രഡിക്റ്റ് ചെയ്യുന്നേ?
ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇത് ഞാൻ വിശ്വസിക്കും. ഇതൊരു ട്രിക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ ട്രിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കാണെന്ന് നമുക്ക് പറയാം. ആ അപ്പൊ ശരിക്കും സിക്സ് സെൻസ് ഇല്ലെന്നാണ്? അല്ല, ഉണ്ട്. അതെങ്ങനെ തെളിയിക്കും? ആക്ച്വലി ഇത് സൂപ്പർ ആയിരുന്നു കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും അതെങ്ങനെ തെളിയിക്കും?